വർഷങ്ങൾക്ക് മുൻപ് വെള്ളിത്തിരയിൽ എഴുതപ്പെട്ട ഒരു കഥ, ഒരു സിനിമ പുതിയ കാലത്ത് പുതിയ കാല താരങ്ങളെ അണിനിരത്തി വീണ്ടും ഒരുക്കുകയാണിവിടെ. ചട്ടക്കാരി എന്ന സിനിമ ഇവിടെ പുനരാവിഷ്കരിക്കപ്പെടുമ്പോൾ പ്രധാന വേഷക്കാരിൽ ഒരാളായി മലയാള സിനിമയിലെ പഴയകാല നായിക കൂടിയുണ്ട്. മലയാളികൾക്ക് മാത്രമല്ല, തമിഴ്, തെലുങ്ക്, കന്നഡ സിനിമാ ലോകത്തിനും ഏറെ പരിചിതയാണ് ഈ അഭിനേത്രി. നായികയും ഉപനായികയും സഹനടിയുമൊക്കെയായി സിനിമയുടെ വെള്ളി വെളിച്ചത്തിൽ ഏറെക്കാലം നിറഞ്ഞു നിന്ന താരമാണ് ഈ കലാകാരി. മറന്നിട്ടുണ്ടാവില്ല ആരും ഈ സുവർണ മാത്യുവിനെ. ചട്ടക്കാരി എന്ന ഈ സിനിമ ഒരു ഇടവേളയ്ക്ക് ശേഷം സുവർണ മാത്യു എന്ന അഭിനേത്രിയെ പ്രേക്ഷകർക്ക് മുന്നിൽ വീണ്ടും അവതരിപ്പിക്കുകയാണ്. ഇവിടെ ഈ സിനിമയിൽ പുതിയൊരു വേഷം അണിയുമ്പോഴും ഇവർക്ക് ഓർക്കാനും പറയാനുമുള്ളത് ഇന്നലകളിലെ തന്റെ സിനിമാ കാര്യങ്ങളാണ്. എൻ്റെ കുട്ടിക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഒരു സ്റ്റേജിലും കയറിയിട്ടില്ല. ഒരു ഡാൻസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു ഡ്രാമയിൽ അഭിനയിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അത് മാത്രമല്ല, ഞാൻ സ്കൂളിൽ ഏറ്റവും ഒരു ഷൈ ടൈപ്പ് കുട്ടിയായിരുന്നു. അധികം അങ്ങനെ ആരോടും സംസാരിക്കത്തില്ല. എൻ്റേതായ 2-3 ഫ്രണ്ട്സ്, അവരുടെ കൂടെ കറങ്ങിയടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം. അപ്പം സിനിമയിൽ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കും ഭയങ്കര അത്ഭുതമായിരുന്നു, ഇത്രയും ഒരു ഷൈ ആയിട്ടുള്ള ഒരാളെങ്ങനെ സിനിമയിൽ വന്നു എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ എൻ്റെ കൂടെ പഠിച്ച പിള്ളേരും അതുപോലെ എൻ്റെ സ്കൂളിൽ പഠിച്ച ആൾക്കാർ ഇപ്പോൾ കാണുമ്പോൾ ചോദിക്കാറുണ്ട്, സുവർണ എങ്ങനെ സിനിമയിൽ വന്നു? അതായത് ഒരു ആക്ടിവിറ്റീസിലും പങ്കെടുക്കാതെ വളരെ ഷൈ ആയിട്ടിരുന്നൊരു കുട്ടി എങ്ങനെ സിനിമയിൽ വന്നെന്ന് എല്ലാവർക്കും ഭയങ്കര ഒരു സംശയം ഉണ്ടായിരുന്നു. ഈവൻ അവർ പറയാറുണ്ട്, എൻ്റെ ചേച്ചിയാണെങ്കിൽ പോലും ആൾക്കാരോടെങ്കിലും മിണ്ടും, ഇത് ആൾക്കാരോടും മിണ്ടത്തില്ല, താഴോട്ട് നോക്കി ഒരു നടപ്പേ ഉള്ളൂ. അപ്പം അങ്ങനെ ഒരാൾ സിനിമയിൽ വരിക എന്ന് പറയുന്നത് ശരിക്കും ഭയങ്കര ഒരു അത്ഭുതം തന്നെയാണ്. മിസ് കേരളയായിരുന്നു, ഐ തിങ്ക് 92 ആ സമയത്ത്. അപ്പോൾ ഞാൻ അതും വളരെ ആക്സിഡൻ്റായിട്ട് ഇതിനകത്ത് പങ്കെടുക്കാൻ എനിക്കൊരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു ബ്യൂട്ടി കോൺടെസ്റ്റിൽ പങ്കെടുക്കാൻ പറ്റിയ ഒരാളുമായിരുന്നില്ല ഞാൻ. അപ്പോൾ എൻ്റെ ഒരു ആൻറ്റി, എൻ്റെ ഫാദറിൻ്റെ സിസ്റ്റർ ട്രിവാൻഡ്രത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പുള്ളിക്കാരിയുടെ കൂടെ ഒരു അവധിക്ക് പോയി നിൽക്കുകയും പുള്ളിക്കാരി ഇങ്ങനെ പറയും, ഇങ്ങനെ ഒരു കോൺടെസ്റ്റ് നടക്കുന്നുണ്ട്, അതിനകത്ത് പങ്കെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു സാരി പോലും ഞാൻ ഉടുത്തിട്ടില്ല 9th സ്റ്റാൻഡേർഡിൽ ചെയ്യുന്ന സമയത്ത്. അങ്ങനെ പുള്ളിക്കാരി തന്നെ ഒരു സാരി ഉടുപ്പിക്കുകയും ഞാൻ ആ കോൺടെസ്റ്റിൽ പങ്കെടുക്കുകയും ചെയ്തു. അപ്പോൾ അതിനകത്ത് വിൻ ചെയ്തതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമയിലോട്ടുള്ള ഒരു എൻട്രി. ഇൻഫാക്റ്റ് ഞാനത് വീട്ടിൽ പോലും പറഞ്ഞിട്ടില്ല, എൻ്റെ പേരൻസിൻ്റെ അടുത്ത് പോലും പറയാതെ ഞാനത്, കാരണം വിൻ ചെയ്തില്ലെങ്കിൽ വീട്ടിൽ കളിയാക്കും. വിൻ ചെയ്താൽ പറയാം, അല്ലെങ്കിൽ അത് പയ്യെ ആരും അറിയാതെ അങ്ങ് മറക്കാം എന്നുള്ളൊരു കോൺസെപ്റ്റിൽ തന്നെയാണ് ഞാനത് പോയത്. ഏതായാലും അത് വിൻ ചെയ്തു. അങ്ങനെ എനിക്ക് വളയം, അങ്ങനെ കുറച്ച് പടങ്ങൾ ആ സമയത്ത് കിട്ടി. മലയാളത്തിൽ ശക്തമായ ഒരു സിനിമാ കൂട്ടുകെട്ടിൽ രൂപമെടുത്ത സിനിമയിലൂടെയാണ് സുവർണ മാത്യു എന്ന ഈ നായികയുടെ ചലച്ചിത്ര പ്രവേശം. ആദ്യ വേഷം നായിക കഥാപാത്രത്തിൻ്റെതായത് മറ്റൊരു ഭാഗ്യം. പുതുമയുള്ള കഥ പറഞ്ഞ ചലച്ചിത്രത്തെ പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. ആ സിനിമയിലൂടെ തന്നെ തന്നിലൊരു നല്ല നടിയുണ്ടെന്ന് സുവർണ മാത്യു ചലച്ചിത്ര ലോകത്ത് അറിയിച്ചു കൊടുക്കുകയും ചെയ്തു. വളയത്തിൽ സിബി സാറാണ് ഡയറക്ടർ, സിബി മലയിൽ സാർ. ലോഹിയേട്ടനാണ് സ്ക്രിപ്റ്റ്. അപ്പം പാലക്കാടാണ് അതിൻ്റെ ഷൂട്ടിങ്. അപ്പോൾ ഓൾറെഡി അവർ ലൊക്കേഷനിൽ ചെന്ന് ഷൂട്ടിംഗ് തുടങ്ങാൻ 1 ദിവസമോ 2 ദിവസമോ ഉള്ളപ്പോഴാണ് ഈ പർട്ടിക്കുലർ ക്യാരക്ടറിന്, രാധ എന്ന് പറയുന്ന ക്യാരക്ടറിന് ആരും സെലക്ട് ആയിട്ടില്ല. അപ്പം അങ്ങനെയാണ് സിബി സാറിൻ്റെ കസിന്, ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടർ എൻ്റെ വീട്ടിൽ വരികയും, എൻ്റെ ഫോൺ നമ്പറൊന്നും ആർക്കും അറിയില്ല, എൻ്റെ വീട്ടിൽ പാലയിൽ വരികയും ഇങ്ങനെ ഇന്ന പടത്തിലേക്ക് താല്പര്യമുണ്ടെന്ന് പറയും. അപ്പോൾ ഞാൻ ട്രിവാൻഡ്രത്താണ്. അപ്പോൾ എൻ്റെ അമ്മ വിളിച്ച് ട്രിവാൻഡ്രത്ത് പറഞ്ഞു. അപ്പോൾ ഞാൻ സിബി സാറിനെ വിളിച്ചു. സിബി സാറിനെ വിളിച്ചിട്ട് സിബി സാറ് പിന്നെയും എപ്പോഴും പറഞ്ഞ് കളിയാക്കാറുണ്ട്. ഞാൻ വിളിച്ചിട്ട് ആദ്യം ചോദിച്ചാൽ, ഞാൻ ഈ പടത്തിലെ ഹീറോയിനാണോ എന്ന് ചോദിച്ചെന്നാ സാറ് പറയുന്നത്. എനിക്ക് സത്യമാണ് ഞാൻ ചോദിച്ചാണ്. അപ്പോൾ സിബി സാറിൻ്റെ അടുത്ത് ചിലപ്പം ചോദിക്കുന്ന ആദ്യത്തെ വ്യക്തിയായിരിക്കും സിബി മലയിൽ എന്ന് പറയുന്ന ഒരു ഡയറക്ടർ, ലോഹിയേട്ടൻ എന്ന് പറയുന്ന ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ, മുരളിയേട്ടൻ ഹീറോ, അങ്ങനെയുള്ളൊരു വലിയ ഒരു പ്രോജക്റ്റിൽ എന്നെ വിളിക്കുമ്പോൾ ഞാൻ സിബി സാറിനെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ഞാൻ ഹീറോയിനാണോ, ആണെങ്കിലേ ഞാൻ വരത്തുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ വിവരക്കേടായിരിക്കാം. പറഞ്ഞങ്ങനെ ആ പടത്തിൻ്റെ ലൊക്കേഷനിലേക്ക് എന്നെ വരാൻ പറഞ്ഞു. വരാൻ പറയുമ്പോഴും ഞാൻ ആ പടത്തിൽ അഭിനയിക്കും എന്നുള്ളൊന്നും ഉറപ്പില്ല, എന്നെ കാണാൻ വേണ്ടി വിളിച്ചതാണ്. അങ്ങനെ ഞാൻ ആ ലൊക്കേഷനിൽ ചെന്നപ്പം ലോഹിയേട്ടൻ ഒരു സീന് പറഞ്ഞു തന്നു എനിക്ക്. ഇങ്ങനെ ലോറിയിൽ പോവുകയാണ്, അപ്പം ഒരു ആരോ ഉപദ്രവിക്കാൻ വരുന്നു. അപ്പം ഞാൻ ലോറി കണ്ടു, അതിന് കൈനീട്ടി എന്നെ കയറ്റി കുറച്ച് ദൂരം പോയി കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കുകയാണ് ലോറി ഓടിക്കുന്ന മനുഷ്യൻ അതിനേക്കാളും ഭയങ്കരനാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു സീനാണ് ലോഹിയേട്ടൻ പറഞ്ഞു തന്നത്. വളയത്തിലെ എൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അങ്ങനെ അധികം അഭിനയിക്കേണ്ട ഒരു ക്യാരക്ടറല്ല. രാധ എന്ന് പറയുന്ന ക്യാരക്ടറിന് എപ്പോഴും ഒരു സങ്കടമാണ്, അവൾക്ക് എപ്പോഴും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്. അപ്പം മിക്കവാറും ആ പ്രശ്നങ്ങളുമായിട്ട് നിന്ന് നോക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. അല്ലാതെ ഒരു ഭയങ്കര തൻ്റെടിയോ
അങ്ങനെയുള്ളൊരു ക്യാരക്ടർ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് അന്ന് ചെയ്യാൻ പറ്റാതെ ഞാൻ ചെയ്താൽ ശരിയാവത്തില്ലായിരുന്നിരിക്കാം. ഇതൊരു പാവം പിടിച്ച കുട്ടി, ഇവർക്ക് ഭയങ്കര ദുഃഖങ്ങളുണ്ട്, എപ്പോഴും ഇങ്ങനെ ശോകമായിട്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ ഒന്ന് സംസാരിക്കാൻ നിൽക്കുന്നു, അല്ലെങ്കിൽ 1-2 ഡയലോഗ് പറയുന്നു. അങ്ങനെ ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ അതെൻ്റെ ഒരു ബേസിക് നേച്ചറുമായിട്ട് അതങ്ങ് ശരിയായിപ്പോയി. അപ്പോൾ ഒത്തിരി ഒരു സ്മാർട്ടായിട്ട് ഭയങ്കര ഓവർ സ്മാർട്ടായിട്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നെങ്കിൽ ചിലപ്പം ഞാനതൊന്ന് ചെയ്താൽ ശരിയായിട്ടുണ്ടായിരിക്കത്തില്ല. പിന്നെ മുരളിയേട്ടനാണ് ഒത്തിരി അന്ന് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്, ഇങ്ങനെ നോക്കണം, അങ്ങനെ നോക്കണം, അല്ലെങ്കിൽ മുഖത്ത് എങ്ങനെ എക്സ്പ്രഷൻ വരുത്താം. പിന്നെ മുരളിച്ചേട്ടൻ്റെ കൂടെ ചെയ്യാനുള്ളൊരു പേടിയും ഉണ്ടായിരുന്നു. അന്ന് അത്രയും വലിയൊരു ആർട്ടിസ്റ്റ് കൂടെയൊക്കെ ചെയ്യുക. ആകെ അറിയാവുന്ന മനോജ് ചേട്ടനെയാണെന്ന് പേഴ്സണലി കുറച്ച് അറിയാവുന്നതെന്ന് പറഞ്ഞാൽ മനോജ് ചേട്ടനെ അറിയാം. എങ്കിലും എൻ്റെ സീൻസ് എല്ലാം കൂടുതലും മുരളിച്ചേട്ടൻ്റെ കൂടെയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ, ഇത്രയും വലിയ നടനാണ്, നമ്മളെന്തോ ചെയ്യുന്ന, അവരെന്തോ ഭയങ്കര നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്നൊക്കെയുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു.